നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈരേഴ് 14 ലോകമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതായത് നമ്മൾ കൊച്ചിലെ, അതായത് കുഞ്ഞിലേ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ള ഒരു കഥയാണ്. യശോദാമ്മ കണ്ണനെ ഓരോ കാര്യങ്ങൾക്ക് ശാസിച്ചു കൊണ്ട് വിളിക്കുമ്പോഴും അല്ലെങ്കിൽ അടി കൊടുക്കുമ്പോഴൊക്കെ ഒരു ദിവസം യശോദാമ്മയിൽ തിരിഞ്ഞു നിന്ന് കണ്ണൻ നിറയെ മണ്ണൊക്കെ വായിൽ നിറച്ചു നിന്നപ്പോൾ ശാസിക്കുകയും ശിക്ഷിക്കാൻ ഒരുങ്ങുകയും ചെയ്തപ്പോൾ വാ തുറക്കൂ കണ്ണ എന്ന് പറയുമ്പോൾ യശോദാമ്മയുടെ മുൻപിൽ കണ്ണൻ വാ തുറക്കുകയും സാക്ഷാൽ കണ്ണൻ വാ തുറക്കുമ്പോൾ ഈരേഴ് 14 ലോകം യശോദാമ്മ കാണുകയും അപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ഭഗവാനാണെന്ന് യശോദാമ്മ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ്. പക്ഷേ എന്താണ് ഈരേഴ് 14 ലോകം എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ ഭൂമിയുടെ താഴോട്ടും ഭൂമിയുടെ മുകളിലോട്ടും ലോകമുണ്ട്. അപ്പോൾ ഓരോ രീതിയിൽ കർമ്മഫലങ്ങൾ ചെയ്യുന്നവർ ഓരോ രീതിയിലുള്ള ലോകങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഈരേഴ് 14 ലോകവും ഭരിക്കുന്ന ഓരോരുത്തരാണ്. അത് ഒരാളല്ല, ഓരോരുത്തരാണ് ഭരിക്കുന്നത്. അപ്പോൾ നാഗരുടേതായിട്ടുള്ള ഒരു ലോകമുണ്ട്. ഭൂമിക്ക് താഴെയായിട്ട് നാഗര് വസിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഈരേഴ് 14 ലോകം ഏതാണ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം. 1 തൊട്ട് 14 വരെയുള്ള ലോകമാണുള്ളത്. അതലം വിതലം സുതലം രസാതലം തരാതലം മഹാതലം പാതാളം ഭൂലോകം ഭുവർലോകം സ്വർഗലോകം മഹർലോകം ജനലോകം തപോലോകം അതുപോലെ തന്നെ സത്യലോകം. ഇത്രയും ലോകമാണുള്ളത്. ഇത്രയും ലോകത്തിൽ ഓരോരുത്തരാണ്. അതായത് ഞാൻ ആദ്യമായിട്ടുള്ളത് അതലം വിതലം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഭൂമിക്ക് താഴെയായിട്ടുള്ള കുറേ ലോകങ്ങളുണ്ട്. ഇവിടെ നാഗര് വസിക്കുന്നുണ്ട്. നാഗര് വസിക്കുകയും നമ്മൾ വസിക്കുന്നത് ഭൂലോകത്താണ്. അപ്പോൾ ഭൂലോകത്ത് വസിക്കുന്നത് ജനങ്ങളും അതായത് മനുഷ്യരും മൃഗങ്ങളുമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സത്യലോകത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്. അപ്പോൾ ഓരോ ലോകത്തിനും ഓരോ അധിപനുണ്ട്. അതുപോലെ തന്നെ താഴോട്ടുള്ള ഓരോ ലോകത്തിനും നാഗരായിട്ടുള്ള നാഗരുടെ ലോകമുണ്ട്. അപ്പോൾ സർപ്പക്ഷതമേറ്റ് മരിക്കുന്നവരൊക്കെ നാഗരുടെ ലോകത്തേക്ക് പോകുമെന്നുള്ളതാണ്. പാപങ്ങൾ ചെയ്യുന്നവർ ഇത് നല്ലത് ചെയ്യുന്നവർക്ക് സ്വർഗ്ഗലോകം, അതായത് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, സ്വർഗത്ത് പോകുന്നവരുണ്ട്. നമ്മളുടെ ആത്മാവ് പല രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന നമ്മളുടെ ശരീരം വിട്ടുകഴിഞ്ഞാൽ ആത്മാവ് പോകുന്ന ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് നാളെ ആയില്യമാണ്. അപ്പോൾ നമുക്ക് മണ്ണാറശാല ആയില്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് സർപ്പശാപം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ കൊണ്ട് തൂത്ത് കളയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണ ഹത്യ അതുപോലെ ബ്രാഹ്മണ ശാപമൊക്കെ ഏറ്റവർക്ക് ഒക്കെയാണ് ഈ ഒരു മനുഷ്യജന്മത്തിൽ നമുക്ക് സർപ്പശാപം ഉണ്ടാകുന്നത്. അത് നമ്മളുടെ ജാതകത്തിൽ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സർപ്പശാപമുണ്ട്. അപ്പോൾ സർപ്പശാപം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് അനർത്ഥങ്ങൾ സംഭവിക്കുക, കുട്ടികളുടെ തലമുറകൾക്ക് കുട്ടികൾ ഉണ്ടാകാത്ത ഒരവസ്ഥ, അതുപോലെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക, അതുപോലെ തന്നെ സർപ്പശാപം ഏറ്റുകഴിഞ്ഞാൽ നമുക്ക് നിൽക്കാതെ ചൊറിച്ചിലും അതുപോലെ ഇങ്ങനെയുള്ള സ്കിൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുക. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ, അതായത് ചൊറി പോലെ ഉണ്ടായിട്ട് അതൊക്കെ വ്രണമായിട്ട് പൊട്ടി വരുന്ന ഒരവസ്ഥ, ജീവിതത്തിൽ എപ്പോഴും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരിക. അതായത് ജാതകത്തിൽ സർപ്പദോഷം ഉണ്ടെങ്കിൽ ഉയർന്ന നിലയിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ താഴോട്ട് വരുന്നൊരു അവസ്ഥ, അവർക്ക് ഏത് രീതിയിലേക്ക് ഉയർന്നു പോകാൻ സാധിക്കുമ്പോഴും അവിടേക്ക് ഒരു തടസ്സങ്ങൾ വരിക, വിവാഹ തടസ്സങ്ങൾ വരിക, കുട്ടികൾ ഉണ്ടാകാനുള്ള തടസ്സങ്ങൾ വരിക, ഇങ്ങനെയുള്ള തടസ്സങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ വരിക, ഇങ്ങനെയുള്ള ഏത് രീതിയിലുള്ള തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാലും അത് സർപ്പദോഷത്തിൻ്റെ സർപ്പശാപത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അപ്പോൾ നാളെ മണ്ണാറശാല ആയില്യമാണ് എങ്കിൽ പോലും എല്ലാവർക്കും മണ്ണാറശാല ആയില്യം പോയി തൊഴാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും തൊട്ടടുത്തുള്ള നാഗരുടെ ക്ഷേത്രങ്ങളിലൊക്കെ നാളെ വിശേഷാൽ പൂജയുണ്ടാകും. ആ പൂജയിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 100 പാലും വഴിപാടൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടിയൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് നാഗരെ പ്രീതിപ്പെടുത്താവുന്നതാണ്. അതിലുപരി നമുക്ക് എവിടെയും പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് കുറച്ച് ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ, ശുദ്ധവൃത്തിയോട് കൂടി, അതിന് രാവിലെ എഴുന്നേൽക്കണം, കുളിക്കണം. അതായത് ശുദ്ധവൃത്തി അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മനസ്സിന് ശുദ്ധി വേണം, ശരീരത്തിന് ശുദ്ധി വേണം. ഇങ്ങനെ ശുദ്ധിയോടുകൂടി കുറച്ച് മഞ്ഞളെടുത്ത് അഷ്ടനാഗങ്ങളെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ട്
ഇനി അഷ്ടനാഗങ്ങൾ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അഷ്ടനാഗങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സമർപ്പിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഏത് രീതിയിലുള്ള വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ടാകും. അവിടെ നാഗരുടെ ഫോട്ടോയൊന്നും വേണ്ട. നാഗരെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചാൽ മാത്രം മതി. അഷ്ടനാഗങ്ങൾ ആരൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അഷ്ടനാഗങ്ങളെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സമർപ്പിക്കുക. മഞ്ഞൾ സമർപ്പിച്ചുകൊണ്ട് അഷ്ടനാഗ മന്ത്രം ജപിക്കുക. നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പുണ്യം ലഭിക്കും. ആ ഇല്ലത്തിന് നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് നാഗരുടെ കോവിലുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആരൊക്കെയാണ് അഷ്ടനാഗങ്ങൾ? അനന്തൻ, വാസുകേയൻ, തക്ഷകൻ, കാർക്കോടകേയൻ, അതുപോലെ പത്മൻ, മഹാപത്മൻ, ശംഖപാലൻ, ഉളികൻ, ഇത്രയും ആൾക്കാരാണ് അഷ്ടനാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അഷ്ടനാഗങ്ങളുടെ മന്ത്രം ഞാനിവിടെ തരാം. ഇനി അഷ്ടനാഗങ്ങളുടെ മന്ത്രം നാളെ മാത്രമാണോ? അല്ല, ഒരിക്കലുമല്ല. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും രീതിയിൽ സർപ്പത്തിൻ്റേതായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങൾ ഉള്ളത് കൊണ്ടാണ്, ജാതകത്തിൽ അങ്ങനെ ഒരു ദോഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ നിരന്തരം പ്രാർത്ഥന ചെയ്യുന്നതോടുകൂടി, അല്ലെങ്കിൽ നിരന്തരം നമ്മളുടെ ജപം നമ്മളുടെ എല്ലാ രീതിയിലുള്ള ദോഷങ്ങളും കുറയ്ക്കുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ രീതിയിലുള്ള ദോഷങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം. 24 മണിക്കൂറുള്ളതിൽ മുക്കാൽ, അതായത് ഒരു 3/4 മണിക്കൂർ, 1.5 മണിക്കൂർ, അതായത് രാവിലെ ഒരു 3/4 മണിക്കൂർ, വൈകുന്നേരം ഒരു 3/4 മണിക്കൂർ, ഇങ്ങനെ 1.5 മണിക്കൂർ നമ്മൾ ഭഗവാനെ വിളിക്കാൻ വേണ്ടി സമയം മാറ്റിവെക്കുക തന്നെ വേണം. ഇങ്ങനെ മാറ്റിവെക്കുന്ന ഒരാൾക്ക്, മന്ത്രങ്ങളും ധ്യാനജപങ്ങളും സ്തോത്രങ്ങളും സ്തുതികളും ഒക്കെ ജപിക്കുന്ന ഒരാൾക്ക്, നിരന്തരം പ്രാർത്ഥന ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അതെല്ലാം മാറിക്കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും അഷ്ടനാഗങ്ങളെ വന്നിച്ചു കൊണ്ട് കിടക്കുക. കാരണം നമ്മളുടെ ഭൂമിയുടെ നിലനിൽപ്പ്, നമ്മളുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് തന്നെ നാഗങ്ങളാണ്. അത് നമ്മൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാവുകൾ നശിപ്പിക്കാൻ പാടില്ല, നാഗങ്ങളെ നമ്മൾ കൊല്ലാൻ പാടില്ല, നാഗങ്ങളെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കുക. നമ്മൾ പാപമായിട്ടുള്ള ഒരു അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക. നമുക്കങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അതിനനുസരിച്ചുള്ള ആളുകളെ വിളിച്ച് നമ്മൾ നാഗങ്ങളെ കാണുകയാണെങ്കിൽ, പാമ്പിനെ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ആളുകളെ വിളിച്ച് നിങ്ങൾ കാണിക്കുകയും അവയെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പറയുകയും ചെയ്യുക. ഒരു കാരണവശാലും ഉപദ്രവിക്കരുത്. ഇവ നമ്മളുടെ ഈ ഒരു ഭൂമി നിലനിർത്തുന്നത് തന്നെ നാഗങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ചരാചരങ്ങളെ, അതായത് നമുക്ക് കല്ലും മണ്ണും പുല്ലും എല്ലാം നമ്മൾ എല്ലാം ദൈവങ്ങളാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ അതിന് മറ്റുള്ളവർക്ക് പുച്ഛവുമാണ്. എല്ലാ ചരാചരങ്ങളും ദൈവങ്ങളായിട്ട് കാണുന്നവരാണ് ഹിന്ദു മതക്കാർ. അത് നമ്മളെ സംസ്കാരമാണ്. ഹിന്ദു എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. നമ്മളെല്ലാവരെയും എല്ലാ വസ്തുക്കളെയും എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടെ കാണാൻ പഠിച്ചിരിക്കുന്നു. അതാണ് നമ്മളുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ സംസ്കാരത്തെ നമ്മൾ മുൻനിർത്തിക്കൊണ്ട് നാഗരെ നമ്മൾ സംരക്ഷിക്കുക തന്നെ വേണം. നാളെ നിങ്ങൾക്ക് സന്ധ്യാസമയത്തും അതുപോലെ ഇന്ന് സന്ധ്യാസമയത്തും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരു പിടി മഞ്ഞൾപ്പൊടി സമർപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. അഷ്ടനാഗ മന്ത്രം നിങ്ങൾ 108 തവണ ജപിച്ചു നോക്കൂ. അല്ലാത്ത ദിവസം രാവിലെയും വൈകിട്ടും നിങ്ങൾ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും നിങ്ങൾ അഷ്ടനാഗങ്ങളെ വന്നിച്ചു കൊണ്ട് കിടന്നുറങ്ങി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലുള്ള സകലമാന പ്രശ്നങ്ങളും പോകുമെന്നുള്ളതാണ്. ഇതാണ് മന്ത്രം. ഓം അനന്തായ നമ, ഓം വാസുകേ നമ, ഓം തക്ഷകായ നമ, ഓം കാർക്കോടകായ നമ, ഓം പത്മായ നമ, ഓം മഹാപത്മായ നമ, ഓം ശംഖപാലായ നമ, ഓം ഗുളികായ നമ. ഇത് നിങ്ങൾ നാളെ രാവിലെ എഴുന്നേറ്റതിനു ശേഷം, ഇന്ന് വൈകുന്നേരം മുതൽ നാളെ വൈകുന്നേരം വരെ ആയില്യമുണ്ട്. ഇന്ന് വൈകുന്നേരം ആയില്യം തുടങ്ങി നാളെ വൈകുന്നേരമാണ് ആയില്യം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം വിളക്ക് കൊളുത്തി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, 108 തവണ ജപിക്കാം. നാളെ ഇതേപോലെ നിങ്ങൾക്ക് 108 തവണ അഷ്ടനാഗങ്ങളുടെ മന്ത്രം രാവിലെ എഴുന്നേറ്റ് ജപിക്കാം, വൈകുന്നേരം ജപിക്കാം. ഈ 3 പ്രാവശ്യമായിട്ട് നിങ്ങൾ ജപിക്കുക 108 തവണ. ബാക്കി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഓരോ പ്രാവശ്യം ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിഞ്ഞു പോകുന്നത് നിങ്ങൾക്കറിയാൻ സാധിക്കും. നാഗരുടെ പ്രീതി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, നിസ്സാര കാര്യമല്ല.
നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാവുന്നതാണ്, ജപിക്കാവുന്നതാണ്. നല്ലൊരു കാര്യമാണ് പറയുന്നത്. നാളെ ആയില്യമാണ്. ആയില്യ പൂജ വീട്ടിൽ ചെയ്യാൻ സാധിക്കാത്തവരും അതുപോലെ ആയില്യ പൂജയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവരുമൊക്കെ ഈ ഒരു കാര്യം കുറച്ച് മഞ്ഞൾ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കുക. നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും സർവ്വ ഐശ്വര്യവും ഉണ്ടാകും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.